Hello, good morning all. Today we are going to discuss about fund from operation problems. Fund from operation സെപ്പറേറ്റ് ആയിട്ട് പ്രോബ്ലം ആയിട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പഠിച്ച പ്രിപ്പറേഷൻ ഓഫ് നോൺ കറണ്ട് അസറ്റ്സ് അങ്ങനെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ല, നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനിൽ വരും, റൈറ്റ്? ബട്ട് ദിസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നോർമലി ഇറ്റ് ഈസ് ആസ്ക്ഡ് ആസ് എ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണിത്. ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ദ പ്രോബ്ലം വിച്ച് ഐ വിൽ ബി ഷോയിങ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത് നമ്മൾ പറഞ്ഞ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ ആക്ച്വലി ദിസ് ഇസ് എ എക്സാമ്പിൾ ഫോർ ദാറ്റ്. അതായത് ഒരു പി എൻ എൽ അക്കൗണ്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. ആ പി എൻ എൽ അക്കൗണ്ടിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഓൾ തിങ്സ് യു ഹാവ് ടു സ്ട്രൈക്ക് ഔട്ട്. അതായത് പി എൻ എൽ അക്കൗണ്ടിൽ നോർമലി ഉണ്ടാകാവുന്ന ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയണമെന്ന്, റൈറ്റ്? അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നോൺ ഫണ്ട് ഐറ്റം ആയിട്ടുള്ള ഡെപ്രീസിയേഷൻ യു കനോട്ട് കൺസിഡർ. ദെൻ യു കനോട്ട് കൺസിഡർ ഓൾ ദി നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതുകൊണ്ട് ഈ സ്ക്രീനിൽ ഇഫ് യു ലുക്ക് യു ക്യാൻ സീ ദാറ്റ് ദർ ആർ സർട്ടൻ ഐറ്റംസ് വിച്ച് ഹാവ് ബീൻ കട്ട് ഓഫ്, സ്ട്രൈക്കൺ ഓഫ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ റെൻറ്റ് പ്രശ്നമില്ല, അതൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സാലറീസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓപ്പറേറ്റിംഗ്, ടാക്സസ് ഓപ്പറേറ്റിംഗ്. ഡെപ്രീസിയേഷൻ ഇസ് എ നോൺ ഫണ്ട് ഐറ്റം, കാരണം ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോ ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ അതൊരു നോൺ ഫണ്ട് ഐറ്റമാണ്. അത് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് യു ഹാവ് സ്ട്രൈക്കൺ ഇറ്റ് ഓഫ്, റൈറ്റ്? അപ്പോൾ ഡിപ്രീസിയേഷൻ കട്ട് ഓഫ് ചെയ്തു. പിന്നെ ഇത് കട്ട് ചെയ്തു ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്, ഇറ്റ് ഈസ് എ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അത് കാരണം അതും കട്ട് ചെയ്തു, റൈറ്റ്? നൗ റിസർവ് ഫോർ ബാഡ് ഡെറ്റ്സ്, ദെൻ ജനറൽ റിസർവ്, സ്പെഷ്യൽ റിസർവ്സ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇതൊക്കെ ഏതാണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്തു. നൗ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഇസ് എ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, സോ യു കനോട്ട് ഇൻക്ലൂഡ് ഇറ്റ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ പി എൻ എൽ അക്കൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് യു കനോട്ട് ഇൻക്ലൂഡ് നോൺ ഫണ്ട് ഐറ്റംസ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു, റൈറ്റ്? അതുകൊണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ സാധാരണ പി എൻ എൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പി എൻ എൽ അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് കാണുന്ന സമയത്ത് നമ്മൾ മൈനസ് ചെയ്തത് കൊണ്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുന്ന സമയത്ത് നമ്മളതെല്ലാം ആഡ് ബാക്ക് ചെയ്യണം, റൈറ്റ്? അതുപോലെ തന്നെ പി എൻ എൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മൾ പി എൻ എൽ അക്കൗണ്ടിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് വെൻ യു പ്രിപ്പയർ ദി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അവിടെ നിങ്ങളത് ലെസ് ചെയ്യണം, റൈറ്റ്? ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ. നൗ സി ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ഗിവൺ ഓൺ ദി ഒരു പി എൻ എൽ അക്കൗണ്ട് ആണ് നിങ്ങൾക്ക് തരിക. അതിൽ ഡെബിറ്റ് സൈഡിൽ കുറേ എക്സ്പെൻസസ് ഉണ്ടാവും. ഈ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ബോത്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിരിക്കും. നൗ ക്രെഡിറ്റ് സൈഡിൽ ദർ വിൽ ബി സം ഇൻകം ലൈക്ക് കമ്മീഷൻ, മിസ്ലേനിയസ് ഇൻകം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. ഈ ഇൻകത്തിൽ ഏതുണ്ടായിരിക്കും? ബോത്ത് ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടായിരിക്കും, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടായിരിക്കും, റൈറ്റ്? അപ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ which are operating income, which are non-operating income, which are operating expenses, which are non-operating expenses, right? അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്ന ഈ ക്വസ്റ്റ്യൻ ഡെബിറ്റ് സൈഡിൽ കുറേ ആയിട്ടുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ കുറേ ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടി? 5,25,000 യു ഹാവ് ഗോട്ട് ദി നെറ്റ് പ്രോഫിറ്റ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ, right? So a P&L account is given to you and you are asked to find out the funds from operation. ഇങ്ങനെയാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഫണ്ട്സ് ഫ്രം ഓപ്പറേഷനിൽ 3 മെത്തേഡ് ഉണ്ട്. ഐദർ യു ക്യാൻ ഡു ഇറ്റ് ഇൻ ഡയറക്റ്റ് മെത്തേഡ് ഓർ യു ക്യാൻ ഡു ഇറ്റ് ഇൻ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് ചെയ്യാം. ഈ 3 മെത്തേഡും ഐ വിൽ എക്സ്പ്ലെയിൻ യു ടുഡേ, റൈറ്റ്? സോ ദിസ് ഇസ് ദ which method? This is the direct method. Now what is the peculiarity of direct method? ഡയറക്റ്റ് മെത്തേഡിൽ ഞാൻ പറഞ്ഞു നമ്മൾ നെറ്റ് പ്രോഫിറ്റ് വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ സാധാരണ പി എൻ എൽ അക്കൗണ്ട് ചെയ്യുന്ന പോലെ എല്ലാ ഇൻകം എടുക്കും, എല്ലാ എക്സ്പെൻസും എടുക്കും. പക്ഷേ ഏത് മാത്രം? പി എൻ എൽ അക്കൗണ്ടിൽ എല്ലാ ഇൻകവും എല്ലാ എക്സ്പെൻസും എടുക്കും. ഇവിടെ നമുക്ക് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ മാത്രം മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഇൻകം എന്ന് പറയുന്നത് ഏത് ഇൻകം ആയിരിക്കും?
ഓപ്പറേറ്റിംഗ് ഇൻകം മാത്രം എടുക്കും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മാത്രം എടുക്കും. എന്നിട്ട് ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വിൽ ഗിവ് യു ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയും, റൈറ്റ്? അപ്പോൾ ലെറ്റ്സ് സി. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഏതൊക്കെയാണ്? എല്ലാ ഓപ്പറേറ്റിംഗ് ഇൻകവും P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് നമ്മൾ എടുക്കേണ്ടത്, റൈറ്റ്? അപ്പോൾ ഇതാ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അതിലിതാ ബൈ ഗ്രോസ് പ്രോഫിറ്റ് 12,50,000. അത് ഇവിടെ ക്വസ്റ്റ്യനിലുള്ളതായിരിക്കും, റൈറ്റ്? കണ്ടോ, ബൈ ഗ്രോസ് പ്രോഫിറ്റ് 12,50,000. അപ്പോൾ ഈ ക്രെഡിറ്റ് സൈഡിൽ P&L അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യനിലുള്ള ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ഇൻകം? കമ്മീഷൻ ഇസ് ആൻ ഓപ്പറേറ്റിംഗ് ഇൻകം, മിസ്ലേനിയസ് ഇൻകം ഇസ് ഓൾസോ ആൻ ഓപ്പറേറ്റിംഗ് ഇൻകം. പക്ഷേ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഇസ് എ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അതുകൊണ്ടാണ് ഈ ആൻസർ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഏതില്ല? യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് നോ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അല്ലേ? ബാക്കി രണ്ടും എടുത്തിട്ടുണ്ട്. കമ്മീഷൻ 2,80,000 എടുത്തു, മിസ്ലേനിയസ് ഇൻകം എടുത്തു ക്വസ്റ്റ്യന്, റൈറ്റ്? അപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ്, കമ്മീഷൻ, മിസ്ലേനിയസ് ഇൻകം നമ്മളിവിടെ എഴുതി. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ യു ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. സാലറീസ് ആൻഡ് വേജസ് ഓപ്പറേറ്റിംഗ് ആണ്, റെൻ്റ് ആൻഡ് ടാക്സസ് ഓപ്പറേറ്റിംഗ് ആണ്, ഇൻട്രസ്റ്റ് ഓപ്പറേറ്റിംഗ് ആണ്, അതൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. റിസർവ് ഫോർ ബാഡ് ഡെറ്റ്സ് ഓപ്പറേറ്റിംഗ് ആണ്, ദാറ്റ് ഓൾസോ യു ഹാവ് ടേക്കൺ ഹിയർ, റൈറ്റ്? അപ്പോൾ സാലറീസ്, റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഇൻട്രസ്റ്റ്, റിസർവ് ഫോർ ബാഡ് ഡെറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എടുത്തു, റൈറ്റ്? ആൻഡ് യു ഹാവ് കാൽക്കുലേറ്റഡ് ദി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. എത്ര കിട്ടി? 11 lakh, റൈറ്റ്? യു ഗോട്ട് 11 lakh as ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ക്ലിയർ ആയോ? ഈ മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്. വേർ P&L അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്ത് എടുക്കുന്നത് ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് ഇൻകവും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും പിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഓപ്പറേറ്റിംഗ് ഇൻകം എല്ലാം കൂടി കൂട്ടുക, അതൊന്ന് ഏത് കുറയ്ക്കുക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അണ്ടർ ഡയറക്റ്റ് മെത്തേഡ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡിൽ 2 മെത്തേഡ്സ് ഉണ്ട്. വൺ ഇസ് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് ആൻഡ് അത് വൺ ഇസ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കൊടുക്കണം. അപ്പോൾ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലാണ് വരിക. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് P&L അക്കൗണ്ട് ആണല്ലോ. P&L അക്കൗണ്ടിന് അങ്ങനെ പ്രത്യേകിച്ച് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒന്നുമില്ല. നെറ്റ് പ്രോഫിറ്റ് വിൽ ബി ദർ. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ട് നമ്മളിവിടെ ടു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യനിലുള്ള 5,25,000 ഇവിടെ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ്, റൈറ്റ്? എന്നിട്ട് നമ്മൾ പക്ഷേ ഇവിടെ ഡെബിറ്റിൽ കൊടുക്കുന്ന എല്ലാ ഐറ്റംസും എന്തായിരിക്കും? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിരിക്കും, റൈറ്റ്? ഓൾ ദ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വിച്ച് വി ഹാവ് സ്ട്രൈക്കൺ ഓഫ് ദർ. അവിടെ സ്ട്രൈക്ക് ഓഫ് ചെയ്ത എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇവിടെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. ടു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഡെപ്രീസിയേഷൻ ഓൺ മെഷീനറി, depreciation on furniture, loss on sale, general reserve, special reserve, goodwill written off, discount on issue of shares. ഇതൊക്കെ ക്വസ്റ്റ്യനിലുള്ള ഐറ്റംസ് ആണ്. പക്ഷേ അതൊക്കെ എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയതുകൊണ്ട് അതൊക്കെ ഇവിടെ എടുത്തെഴുതി, റൈറ്റ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒന്നും എടുക്കരുത്. ഓക്കെ, നൗ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡല്ലേ ചെയ്യണേ. അപ്പോൾ എടുക്കേണ്ടത് ഏതാ? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് എടുക്കേണ്ടത്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം പറഞ്ഞ ഒരു ഐറ്റം ഉള്ളൂ, ഏത്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് 64,000. അത് മാത്രം കൊടുക്കുക ക്രെഡിറ്റ് സൈഡിൽ. എന്നിട്ട് നിങ്ങൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 11,64,000 യു വിൽ ഗെറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. എന്നിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കാണുന്നില്ലേ, അതാണ് ബാലൻസിങ് ഫിഗർ. ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടും. അപ്പോൾ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ടിൽ ബാലൻസ് ചെയ്ത് കിട്ടുന്നത് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഇറ്റ് ഈസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. Now if you get the balance on the debit side, it is fund lost in operation. നമ്മൾ നെറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന പോലെ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ. Clear? That is adjusted P&L account. Now the next one is statement method. Statement methodന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നെറ്റ് പ്രോഫിറ്റ് 5,25,000 അല്ലേ. അപ്പോൾ ദ കറണ്ട് പീരീഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 5,25,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് വെർട്ടിക്കൽ ഫോമാറ്റിൽ എഴുതുക. അപ്പോൾ നമ്മൾ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത പോലെയല്ല, P&L അക്കൗണ്ടിൽ മൈനസ് ചെയ്ത നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ അവിടെ ആഡ് ബാക്ക് ചെയ്യുക. കാരണം നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തിയത് അതൊക്കെ മൈനസ് ചെയ്തിട്ടാണ്. നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് പിന്നിക്ക് പോവുകയാണ് വേണ്ടത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് പോവുകയല്ലേ വേണ്ടേ. അതുകൊണ്ട് നമ്മൾ അവിടെ മൈനസ് ചെയ്ത എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇവിടെ എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. ഐറ്റംസ് ഒക്കെ സെയിം ആയിരിക്കും. നമ്മളിവിടെ ഇവിടെ ഇരിക്കുന്ന ഇതേ ഐറ്റംസ് തന്നെയാണ്
ഈ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടി വരിക. റൈറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സസ്, depreciation, loss on sale, general reserve, special reserve, goodwill, return of discount on issue shares, ഇതൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓൾ ദോസ് തിങ്സ് യു ഹാവ് ടു ആഡ് ബാക്ക്. ഇനി നമ്മൾ ഈ മെത്തേഡിൽ പറഞ്ഞല്ലോ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ് ആണ് എന്ത്, ഇറ്റ് ഈസ് ദി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ ആ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം പി എൻ എൽ അക്കൗണ്ടിൽ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നതോട് കൂടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ മൈനസ് ചെയ്യണം. ലെസ് ഐറ്റംസ് ഓഫ് ഇൻകം credited to the P&L account not resulting in flow of funds എന്ന് പറഞ്ഞാൽ less നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ക്രെഡിറ്റഡ് ടു P&L account, അതാണ് അർത്ഥം. അപ്പോൾ അതിലേതാ വരുന്നത്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ്. അപ്പോൾ 64,000 ഇതൊന്ന് മൈനസ് ചെയ്തപ്പോഴും നിങ്ങൾക്ക് ഏത് ആൻസർ തന്നെ കിട്ടി, ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ 11 lakh കിട്ടി. ക്ലിയർ ആയോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ യു ക്യാൻ ഫോളോ ദീസ് 3 മെത്തേഡ്സ്, നോ ഇഷ്യൂ. പക്ഷേ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്തുണ്ടായിരിക്കണം, ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെയോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൻ്റെയോ ഡീറ്റെയിൽ ഉണ്ടാവണം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ വെച്ചാൽ യു ക്യാൻ ഗോ ഓൺലി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് ഓർ ദി അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡേ പറ്റുള്ളൂ. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും മാത്രമേ ഉള്ളൂ വെച്ചാൽ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഓപ്പറേറ്റിംഗ് ഇൻകവും മാത്രമേ ക്വസ്റ്റ്യനിലുള്ളൂ വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെത്തേഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല ഇത് രണ്ടും കൂടി ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പോലത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിൽ ചെയ്യാൻ, നോ ഇഷ്യൂ. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ചെയ്തപ്പോഴും യു ഗോട്ട് 11 lakh. ഇത് നമ്മൾ ചെയ്തത് എങ്ങനെയാണ്, ഇൻഡയറക്റ്റ് മെത്തേഡിലെ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് മെത്തേഡ്, അപ്പോഴും ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ 11 lakh കിട്ടി. ഇനി ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തപ്പോഴും ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ 11 lakh കിട്ടി. റൈറ്റ്, ദിസ് ഇസ് ഹൗ യു ഹാവ് ടു സോൾവ് ദിസ് പ്രോബ്ലം. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. റൈറ്റ്.